ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടാണ്. ഒരു നെക്ക് ഡിസൈൻ വരുന്ന ഒരു നൈറ്റിയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 3 മീറ്റർ ബിറ്റ് തുണിയാണ്, നൈറ്റി ബിറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ 4ആയിട്ട് മടക്കി എപ്പോഴും ഇടുന്നത് പോലെ തന്നെ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് അത് ലെവൽ ചെയ്ത് ഇടാം. എന്നിട്ട് അതിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം താഴേന്ന് ആണ് നമ്മൾ ലെങ്ത് എടുക്കുന്നത്. 53 ഇഞ്ചിലാണ് ഞാനിവിടെ ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചിട്ട് നമുക്ക് അത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കാവേ. നിങ്ങളുടെ എത്രയാണോ ലെങ്ത് വേണ്ടത് അതനുസരിച്ച് കൂട്ടിയിടാം. എപ്പോഴും നമ്മൾ ലെങ്ത് കുറച്ച് കൂട്ടിയിടുന്നതായിരിക്കും നല്ലത്. ഇത് കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ചുരുങ്ങി മുകളോട്ട് കയറും. അതുകൊണ്ട് നമുക്ക് വേണ്ടതിനേക്കാളും 2 ഇഞ്ച് കൂടുതൽ ഇടുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിതിൻ്റെ അളവുകൾ ഓരോന്നും മാർക്ക് ചെയ്യാവേ. ഇപ്പം തുണി എപ്പോഴും കറക്റ്റായിട്ട് ചുളിവൊന്നും ഇല്ലാണ്ട് വേണം ഇടാനേ. അപ്പം അതിനായിട്ട് ഞാൻ അളവുകൾ മാർക്ക് ചെയ്യാം. 7.5 ഇഞ്ചിൽ ഷോൾഡർ മാർക്ക് ചെയ്യുന്നു. താഴേക്ക് ഒരു 8 ഇഞ്ചാണ് ആം റൗണ്ടിന് വേണ്ടി കൊടുക്കുന്നത്. അത് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരയ്ക്കുന്നുണ്ട്. നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ഇതൊരു 40 ചെസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ 1/4 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അവിടുന്ന് എത്രത്തോളം നമുക്ക് ആ ഒരു വണ്ണം കിട്ടുമോ ആ രീതിയിൽ വണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട്. കാര്യം നമ്മൾ വീട്ടിൽ ഇടുന്ന ഡ്രസ്സല്ലേ, അപ്പോൾ മാക്സിമം ലൂസിൽ കിടക്കാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ആം റൗണ്ടിന് വേണ്ടി ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതൊരു കർവ് ഷേപ്പിലേക്ക് വരച്ചെടുക്കുന്നുണ്ട്. ഇതൊരു A-ലൈൻ മോഡലായിട്ടുള്ള നൈറ്റി ആണേ. അപ്പോൾ നമുക്ക് അതിലേക്ക് ഷേപ്പ് മാർക്ക് ചെയ്യാം. 14 ഇഞ്ചിൽ ഷേപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട്. സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് ഒരു 21 മാർക്ക് ചെയ്യുവാണേ. ഇനി ഇവിടുത്തെ വണ്ണം നമുക്ക് 10 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ താഴേക്ക് സ്ലിറ്റിൻ്റെ ഭാഗത്തും നമുക്ക് മാക്സിമം വണ്ണം കിട്ടുന്നതനുസരിച്ച് ഇടുവാണേ. ഞാനൊരു 12 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിടുന്നുണ്ട്. ഇനി ആ മാർക്ക് ചെയ്ത ഭാഗത്തു കൂടെ നമുക്ക് വരച്ച് താഴേക്ക് പോകാം. അവിടെ നിന്ന് അങ്ങോട്ട് എത്ര വീട്ടിൽ നമുക്ക് കിട്ടുമോ അതനുസരിച്ച് മാർക്ക് ചെയ്തെടുക്കുവാണേ. ഇനി നമുക്ക് മാർക്ക് ബാക്ക് നെക്കാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. ഒരു 2.25 ഇഞ്ചിലാണ് നെക്കിൻ്റെ വിഡ്ത്ത് അടയാളപ്പെടുത്തുന്നത്. 4 ഇഞ്ചിൽ ലെങ്തും അടയാളപ്പെടുത്തുന്നേ. ബാക്കിൽ 4ഉം ഫ്രണ്ടിൽ ഒരു 5 ഇഞ്ചുമാണ് അടയാളപ്പെടുത്തുന്നത്. 5ഓ 5.5 അത് നിങ്ങളുടെ ഒരു കംഫർട്ട് അനുസരിച്ച് ഇടാവേ. എന്നിട്ട് റൗണ്ട് ഷേപ്പാണ് ഞാൻ കൊടുക്കുന്നത്. ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് അതിലേക്ക് റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതെല്ലാം കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ആ ഒരു ഷേപ്പും ആ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം നമ്മൾ ബാക്ക് ഭാഗത്തെ നെക്കാണ് കട്ട് ചെയ്യേണ്ടത്. കാര്യം അതാണല്ലോ ചെറിയ അളവ്. അപ്പോൾ ആദ്യം അതായിരിക്കണം നമ്മൾ കട്ട് ചെയ്യേണ്ടത്. അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിനെയും ബാക്കിനെയും സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നല്ല ഒരു നൈറ്റി തുണിയാണ് കേട്ടോ, നല്ലൊരു കളറായിരുന്നു. അതിൻ്റെ പ്രിൻറ്റും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ. ഇനി നമുക്ക് ഫ്രണ്ടിലത്തെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ ബാലൻസ് ഉള്ള തുണിയിൽ നമ്മുടെ സ്ലീവ് മാർക്ക് ചെയ്യാവേ. 9 ഇഞ്ച് വണ്ണം അടയാളപ്പെടുത്തി താഴേക്ക് 3.5 ഇഞ്ചും മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് താഴേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മുടെ ആ ലെങ്തിൻ്റെ ഭാഗവുമായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നു.
എന്നിട്ട് ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ പാതി കാണുക. അതായത് നമ്മുടെ ടേപ്പ് പാതിക്ക് വെച്ച് നോക്കിയാൽ മതി. ആ പാതി ഭാഗം വരുന്നത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരു സ്ലോപ്പ് പോലെ വരച്ചിട്ട് ആ 3.5 ഇഞ്ച് വരച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അങ്ങോട്ടേക്ക് യോജിപ്പിക്കുക. എന്നിട്ട് താഴത്തേക്ക് നമ്മുടെ എത്രയാണോ വണ്ണം അത് അടയാളപ്പെടുത്തിയിട്ട്, ഞാനിവിടെ മാക്സിമം വണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് മാർക്ക് ചെയ്ത ഭാഗം വെച്ച് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളേ. ഇനിയാണ് നമ്മൾ നെക്കിനൊരു ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുള്ള നൈറ്റി ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ വേറൊരു കളറുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒരു ഇട്ടിട്ട് നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ഒരു നെക്കുണ്ടല്ലോ അതിൻ്റെ ക്ലോസ്ഡ് സൈഡും നെക്കിൻ്റെ ക്ലോസ്ഡ് സൈഡും തമ്മിൽ ഒരുപോലെ വെച്ചിട്ട് നമ്മുടെ നെക്കിൻ്റെ ആ ഷേപ്പിൽ മാർക്ക് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ആ ക്ലോസ്ഡ് സൈഡും ഒപ്പം വെച്ചിട്ടാണ്. എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്തിട്ട് ആ നൈറ്റി പീസ് അങ്ങ് മാറ്റണം. എന്നിട്ട് ഒരു 2 അല്ലെങ്കിൽ 3 ഇഞ്ചിൽ നമുക്ക് എത്ര വീതിയിൽ ആ ഒരു തുണി വേണമെന്ന് വെച്ചാൽ ആ ഒരു അളവ് ഫുള്ളായിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ ഫുള്ള് ആ ഒരളവായിരിക്കണം മാർക്ക് ചെയ്ത് പോകേണ്ടത്. ഞാനിവിടെ ഒരു 3 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റുകളെല്ലാം കൂടെ യോജിപ്പിച്ച് വരച്ചെടുക്കണമേ. ഇപ്പോൾ നമുക്കൊരു പീറ്റർ പാൻ ആ ഒരു കോളർ വരുന്ന അതറിയാമല്ലോ, ആ ഒരു ഷേപ്പാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്തൂടെ നമുക്ക് കട്ട് ചെയ്ത് പോകാവേ. മാർക്ക് ചെയ്ത ആ ഒരു ലെങ്തിലും വിഡ്ത്തിലും തന്നെ ആയിരിക്കണം കട്ട് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഏറ്റക്കുറച്ചിലൊന്നും അതിൽ ഉണ്ടാവരുത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാവേ. ഇതുപോലെ ഒരു വശം കൂടെ നമുക്ക് വേണം. അതും കൂടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആയിരിക്കും നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ വരുന്നത്. അങ്ങനെ ഞാൻ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ 2 ആക്കി മാറ്റണം. ആ ഒരു സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്ത് 2 ആക്കി എടുത്തിട്ട് രണ്ട് ഭാഗത്തെയും അങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണേ. ഇനി ഇതിൻ്റെ നല്ല വശവും ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം. അടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണേ. വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് എങ്ങനെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നതെന്ന്. പറയുന്നതിലും വ്യക്തമായിട്ട് നമുക്ക് വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം നമ്മൾ അതിൻ്റെ 3 വശവുമാണ് അടിച്ചെടുക്കുന്നത്. ഒരു വശം നമ്മൾ ഓപ്പൺ ആക്കി തന്നെ ഇട്ടിട്ടുണ്ടേ. ഇനി നമുക്ക് ആ ഒരു വശം നമ്മളിപ്പോഴും ഓപ്പൺ ആണ്. എന്നിട്ട് നമ്മളിതിങ്ങനെ തിരിച്ചെടുക്കണമേ. നമ്മുടെ തയ്യൽ തുമ്പൊന്നും വെളിയിൽ വരാതെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മൂലകളൊക്കെ നല്ലൊരു ഷാർപ്പാകാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഈർക്കലോ എന്തെങ്കിലും ഒരു കമ്പി വെച്ചോ നമ്മളതിനെ പോയിൻ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഷാർപ്പ് ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമുക്കതിനെ മറ്റേതും അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവേ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. നമുക്ക്
നമ്മുടെ മുന്നോട്ട് ഉള്ള ഒരു യാത്രയ്ക്ക് നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം അത്യാവശ്യമാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ക്ലോത്തും അതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ ആ ഫ്രണ്ട് പാർട്ടിൻ്റെ മോശം വശത്താണ് ഇത് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടും നമുക്ക് വെച്ച് നോക്കാം എങ്ങനെയായിരിക്കും വരുന്നതെന്നേ. നമ്മളത് അടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതൊന്ന് സെക്യൂർ ചെയ്ത് വെക്കാവേ. കറക്റ്റ് ആ ഒരു ലെങ്തിലും ആ ഒരു നൈറ്റ് ക്ലോത്തിൻ്റെ അരികിലൂടെ തന്നെ ആയിരിക്കണം വെക്കണം. ഏറ്റക്കുറച്ചിലുകളൊന്നും ഉണ്ടാവരുത്. ഞാൻ അതിനായിട്ട് പിൻ കുത്തി സെക്യൂർ ചെയ്ത് വെച്ചിട്ടാണ് അടിച്ച് തുടങ്ങുന്നത്. നമ്മുടെ നൈറ്റിയുടെ മോശം വശത്താണ് ഇത് വെക്കുന്നത്. അങ്ങനെ രണ്ട് വശവും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാ നെക്ക് അടിച്ച് തിരിച്ചെടുക്കുമല്ലോ, അതുപോലെ ഓരോ 2 ഇഞ്ച് 2 ഇഞ്ച് വ്യത്യാസത്തിൽ ഓരോ കട്ടിട്ട്, അതായത് തയ്യലിൽ കൊള്ളാണ്ട് കട്ടിട്ട് നമുക്ക് എടുക്കാം. ഇനി നമുക്കിതിങ്ങനെ തിരിച്ചെടുക്കണമേ. തിരിച്ചെടുത്തിട്ട് നമ്മളെപ്പോഴും നമ്മൾ പതിച്ചടിക്കുമല്ലോ നെക്ക്, അതുപോലെ നമുക്കിത് പതിച്ചടിക്കണമേ. കറക്റ്റായിട്ട് ആ ഒരു ചുളിവൊന്നും വരാണ്ട് എന്നാൽ വലിച്ചു പിടിക്കാതെയും നമ്മൾ ആ ഒരു നെക്ക് ഭാഗം അടിച്ചു കൊണ്ടുവരണമേ. ഇപ്പോൾ ഒരു ക്ലോത്തിൻ്റെ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മറ്റേതും അതുപോലെ തന്നെ ചെയ്യാവേ. നമ്മുടെ തുടക്കക്കാർക്കും കൂടിയൊക്കെ വേണ്ടിയാണ് ഇത് ഇത്ര സ്ലോയിൽ നമ്മൾ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് അറിയാവുന്നവർ ക്ഷമിക്കണം. അങ്ങനെ നമ്മളിത് ആ ഒരു ക്ലോത്ത് നെക്കിൻ്റെ ഭാഗവും അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വേണമെങ്കിൽ ഇപ്പുറവശം അടിക്കാതെ നമുക്കിടാം, അല്ലെങ്കിൽ വേണേൽ അടിച്ചും എടുക്കാം. ഞാനിവിടെ അടിച്ചെടുക്കുന്നുണ്ട്, കാര്യം നമ്മുടെ കസ്റ്റമർക്ക് ഇത് പതിഞ്ഞിരിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇപ്പുറത്തെ വശത്തുകൂടെ അടിച്ച് അത് പതിച്ച് വെക്കാവേ. അങ്ങനെ അതേ പതിച്ചു അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കി വന്നിട്ടുള്ള പീസൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പം നമ്മുടെ ആ ഒരു ഫ്രണ്ട് നെക്ക് ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് നെക്കാണ് അടിച്ചെടുക്കേണ്ടത്. അതിനായിട്ട് ഇതാ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഒരു ക്രോസ് പീസിൻ്റെ നല്ല വശവും ചേർത്ത് അടിച്ചിട്ട് അതൊന്നാക്കിയിട്ട് നല്ല വശങ്ങൾ ചേർത്ത് വീണ്ടും അടിച്ചെടുക്കുവാണേ. ക്രോസ് പീസൊക്കെ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമ്മുടെ തുടക്കക്കാർക്കൊക്കെ വേണ്ടി നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളത് എങ്ങനെയാണെന്ന് കണ്ട് മനസ്സിലാക്കണേ. ആ അടിച്ചെടുത്ത ക്രോസ് പീസിനെ നമ്മൾ ഒന്നാക്കി മാറ്റി ഇതാ ഇങ്ങനെ മടക്കി അടിച്ചെടുക്കുവാണേ. ഇപ്പോൾ ഇത് ഇങ്ങനൊരു വലിയൊരു പീസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇനി നമ്മുടെ നൈറ്റിയുടെ ബാക്ക് പീസ് എടുക്കണം. അതിൻ്റെ നല്ല വശവും നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ക്രോസ് പീസിൻ്റെ അതിന് നല്ല വശം ഏതായാലും കുഴപ്പമില്ല, അങ്ങനെ വെച്ച് നമുക്ക് അടിച്ചെടുക്കാം. വലിച്ചൊന്നും പിടിക്കാണ്ട് നല്ല വൃത്തിയായിട്ട് നമുക്കിതാ നെക്കിൻ്റെ ഭാഗത്തേക്ക് അത് അടിച്ച് ചേർക്കാം. ഞാൻ വളരെയധികം സ്ലോയിലാണ് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരുന്നത്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ആ നെക്ക് തിരിച്ച് 2 ഇഞ്ച് 2 ഇഞ്ച് ഗ്യാപ്പിൽ ഓരോ കട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ബാലൻസ് വന്ന ക്രോസ് പീസുകൾ ഈ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ നല്ല വശവും ബാക്ക് പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡറുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യാം. ഇവിടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ക്രോസ് പീസ് മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. വീഡിയോയിൽ കൃത്യമായിട്ട് കാണാം, നിങ്ങളത് നോക്കി മനസ്സിലാക്കണം. ഷോൾഡറുകൾ തമ്മിൽ ഒരു സ്റ്റിച്ച് ആദ്യം കൊടുത്തിട്ട് നമ്മുടേതാ ആ ക്രോസ് പീസും കൂടെ ചേർത്ത് വീണ്ടും ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ വശവും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മറ്റേ വശം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഷോൾഡറുകൾ തമ്മിൽ ഒരു ഏറ്റക്കുറച്ചിലും ഇല്ലാണ്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അല്ലാതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എത്രയായാലും ഏറ്റക്കുറച്ചിലും ഉണ്ടാകും. ഇതായിരിക്കും നമ്മുടെ ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. ഇനിയാണ് നമ്മുടെ ബാക്ക് നെക്ക് പതിച്ചടിക്കുന്നത്. അതിനായിട്ട് ആ ബാക്കിലെ തുണിയൊക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ട് ഒട്ടും വലിച്ചു പിടിക്കാത്ത രീതിയിൽ നമുക്ക് അടിച്ചെടുക്കാവേ. ആ ഒരു നൈറ്റിയുടെ കളർ കോമ്പിനേഷൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റിൽ പറയണേ. ഇപ്പോൾ അതാ ബാക്ക് നെക്കും അതും ഷോൾഡറും എല്ലാം നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് വെക്കേണ്ടത്. നമ്മൾ സ്ലീവിലും നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ആ ഒരു പീസും കുറച്ച് പോർഷൻ വെക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മുടെ സ്ലീവിൻ്റെ മോശം വശത്തോട്ട് ചേർത്ത് ആ ഒരു സെപ്പറേറ്റ് തുണി നമ്മൾ അടിച്ചെടുക്കുവാണേ. മോശം വശത്തോട്ടാണ് ഇട്ടടിക്കുന്നത്. എന്നിട്ട് നമ്മളത് നല്ല വശത്തേക്ക് തിരിച്ചെടുത്തിട്ട് ആദ്യം ഒരു 1/2 ഇഞ്ചിൽ നമ്മുടെ ആ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഒന്ന് അടിച്ചെടുക്കുവാണേ. ഇത് ഇങ്ങനെ അടിക്കാണ്ട് മടക്കിയിട്ട് വെച്ച് അടിക്കാം. പക്ഷെ ഞാനിവിടെ ഈ ഒരു ക്ലോത്ത് ഒരുമാതിരി തെന്നുന്ന പോലത്തെ ആയതുകൊണ്ടാണ്. പിന്നെ പെർഫെക്റ്റായിട്ട് കിട്ടാനും നമ്മൾ ആദ്യം ഒരു 1/2 ഇഞ്ചിൽ അടിച്ചിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബ്ലാക്ക് തുണിയുടെ ഭാഗത്തേക്ക് വെച്ച് അടിക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ ഏറ്റക്കുറച്ചിലുകളും വരത്തില്ല. നമുക്ക് പെർഫെക്റ്റായിട്ട് ആ ഒരു അറ്റാച്ച്മെൻറ്റ് നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മളിത് ഇങ്ങനെ അടിച്ചു പോവുകയാണേ. ഇനി നമുക്ക് അതിൻ്റെ അപ്പുറത്തായിട്ടും ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പോഴായിരിക്കും അത് നല്ല സ്റ്റിഫായിട്ടൊക്കെ ഇരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു സെപ്പറേറ്റ് ക്ലോത്തും ഒക്കെ കട്ട് ചെയ്ത് ലെവലാക്കിയെടുക്കാം. ഇതുപോലെ മറ്റേ ക്ലോത്തും നമുക്ക് മറ്റേ സ്ലീവിൻ്റെ ക്ലോത്തും ഇതുപോലെ അടിച്ചെടുക്കാവേ. ഇനി നമുക്ക്
മെയിൻ ക്ലോത്തുമായിട്ട് നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് നൈറ്റിയുടെ നല്ല വശവും ഈ സ്ലീവിൻ്റെ നല്ല വശവും തമ്മിൽ സെൻറ്റർ ഭാഗത്ത് നിന്നും അറ്റാച്ച് ചെയ്ത് കൊണ്ടുവരാവേ. 2 സ്റ്റിച്ച് വീതമായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടതുവേ. അപ്പോൾ ഇനി നമ്മൾ ബോഡി പാർട്സ് തമ്മിൽ ജോയിൻ ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ നമ്മുടെ നൈറ്റിയുടെ അരികും കൂടെ അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു നൈറ്റി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്നും ഇപ്പോൾ ഇനി ഇതിൽ കാണിക്കുന്നില്ല, കാര്യം നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടും. അത് നിങ്ങൾക്ക് എന്തായാലും അറിയാമല്ലോ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, അരിക് അടിച്ചെടുക്കുന്നതും. അപ്പോൾ അത് ഇങ്ങനെയാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. നെക്കിലും സ്ലീവിലും ആ ഒരു സെപ്പറേറ്റ് ക്ലോത്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. ഈ നൈറ്റിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും പറയണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ടാറ്റ.